നമസ്കാരം. ചിക്കിംഗ് 25 കോട്ടൺ നസീർ പവേഡ് ബേക്ക് കൗലയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവനോട് ഒരാൾ ചോദിച്ചു, ഗുരു, നമ്മൾ പശുവിൻ്റെ പാല് കുടിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അതിൻ്റെ ഇറച്ചി തിന്നാൽ കുഴപ്പമെന്ന്? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, താങ്കൾ അമ്മയുടെ പാല് കുടിച്ചല്ലേ വളർന്നത്? അതെ. അമ്മ ജീവനോടെ ഉണ്ടോ? ഇല്ല, അമ്മ മരിച്ചുപോയി. തിന്നോ അതോ കുഴിച്ചിട്ടോ? അതായിരുന്നു ഗുരുവിൻ്റെ മറുപടി. നർമ്മമാണെങ്കിൽ പോലും മർമ്മത്തിൽ കൊള്ളുന്ന ഒരു നർമ്മം അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ ആ നർമ്മമുണ്ട്. അത് പണ്ഡിതനായാലും പാമരനായാലും അങ്ങനെയുള്ളവരുടെ മനസ്സിൽ നന്മയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ചിക്കിംഗ് 25 കോട്ടൺ നസീർ പവേഡ് ബേക്ക് കൗലയുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ്, ഫേസ് ടു ഫേസ്. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫേസ് ടു ഫേസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നും ഫേസ് ടു ഫേസിൽ നമുക്കൊരു അതിഥിയുണ്ട്. ഈ അതിഥിക്കും ഒരു മുഖവിലയുടെ ആവശ്യമില്ല, എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മളെ എല്ലാവരെയും ഒരു ജംഗ്ഷനിൽ കൊണ്ടു നിർത്തി ചോദ്യ ശരങ്ങൾ ചെയ്ത് ഇദ്ദേഹം നമ്മളെ കരയിപ്പിക്കും. അതെ, ഗോപി ജംഗ്ഷനിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ജോണി ബ്രിട്ടാസാണ് ഇന്നത്തെ അതിഥി. നമസ്കാരം സർ. നമസ്കാരം. മേഘജ്യോതിസ് പോലുള്ള സർവ്വമതങ്ങളെയും പ്രണമിക്കുന്ന നാട്. അയ്യപ്പന് കൂട്ടായി വാവരും വാവരുടെ ജനതയ്ക്ക് മിനാരങ്ങൾ പണിയുവാൻ ഹൈന്ദവനുമുള്ള നാട്. കൃഷ്ണനും ക്രിസ്തുവും അള്ളാഹുമെല്ലാം ഒരു മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവുമെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ പായസവും പാച്ചോറും നെയ്ച്ചോറുമെല്ലാം ഒരിലയിൽ നിന്നും അന്യോന്യം പങ്കിട്ട് ഭക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മുടെ നാട്, ഈ കേരള നാട്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോപി ജംഗ്ഷനിലേക്ക് ഹാർദമായ സ്വാഗതം. അയ്യോ, ഗോപി ജംഗ്ഷനോ? സാറിൻ്റെ പരിപാടിയല്ല, ഇത് എൻ്റെ പരിപാടിയാണ്. ഫേസ് ടു ഫേസ്. എന്താണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. അതാണ് എൻ്റെ രീതി, അതാണ് എൻ്റെ ശൈലി. സാറിൻ്റെ പരിപാടിക്ക് ഈ ഗോപി ജംഗ്ഷൻ എന്ന് പേരിടാനുള്ള കാരണം എന്താ? അതായത് നസീർ, എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ കാര്യം ഗോപി. അതുകൊണ്ടാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേരും ഗോപി ജംഗ്ഷൻ എന്നാക്കിയത്. പക്ഷെ ഞങ്ങൾക്കിതൊരു തോൽവി ജംഗ്ഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ചിരി ഉൾപ്പെടെയാണ് പറഞ്ഞത്. സാറിനെ കാണുമ്പോൾ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കണമെന്ന് മനസ്സിൽ കരുതും. താങ്കളെ എപ്പോൾ കണ്ടാലും കയ്യിൽ ഇങ്ങനെ ഒരു പേനയുണ്ടാവും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ആയുധമാണ്. ആയുധം എന്ന് പറയുമ്പോൾ അതായത് ഏത് വ്യക്തിയെ തിരഞ്ഞെടുത്താലും അയാൾക്ക് ഒരു ഐഡന്റിറ്റി കാണും. ഉദാഹരണത്തിന് ചിലർക്ക് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ചിലർക്ക് വസ്ത്രത്തിലായിരിക്കും. അതുപോലെ എൻ്റെ ഐഡന്റിറ്റിയാണ് ഈ പേന, എൻ്റെ ആയുധം. സാർ, ഈ ആയുധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഹിന്ദു ദൈവങ്ങളെ നോക്കുമ്പോഴത്തേക്കിന് ശിവനും പാർവതി നിൽക്കുമ്പോൾ ശിവഭഗവാന്റെ കയ്യിൽ തൃശൂലമുണ്ടാവും. വിഷ്ണു ലക്ഷ്മിമാർ നിൽക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രം ഉണ്ടാവും. ശ്രീരാമനും സീത നിൽക്കുമ്പോൾ ശ്രീരാമ ഭഗവാന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടാവും. പക്ഷെ ശ്രീകൃഷ്ണൻ രാധ നിൽക്കുമ്പോൾ ഇതൊന്നും അല്ലാതെ കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴലാണ്. അതെന്താണ്? ആദ്യം പറഞ്ഞ 3 പേരും നിൽക്കുന്നത് ഭാര്യമാരുടെ കൂടെയാണ്. ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് കാമുകിയുടെ കൂടെയും. അതെ, പക്ഷേ ഈ ഭാര്യയുടെ കൂടെ നിൽക്കുന്നതിന് എന്താണ് കയ്യിൽ ആയുധം എന്ന് എനിക്ക് മനസ്സിലായില്ല. സിമ്പിൾ. ദൈവങ്ങൾക്ക് പോലും ഭാര്യമാരുടെ കൂടെ നിൽക്കുമ്പോൾ കയ്യിൽ ആയുധം വേണം. ഓ, അപ്പൊ സ്ത്രീകൾ അത്ര കുഴപ്പമാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതിരിക്കട്ടെ, താങ്കൾക്ക് സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? സ്ത്രീയുടെ സൃഷ്ടി തന്നെ ഒരു മഹാസംഭവമല്ലേ? മനസ്സിലായില്ല. ഞാനൊരു കഥ പറയാം. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം മാറി നിന്നൊന്ന് നോക്കി. അവൾ അതീവ സുന്ദരിയായി തോന്നി. ഒരു കുറ്റവും അവളിൽ കണ്ടെത്താൻ ദൈവത്തിന് കഴിഞ്ഞില്ല. സ്ത്രീ ഈ അവസ്ഥയിൽ തുടർന്നാൽ പുരുഷൻ അവന്റെ ജീവിത ലക്ഷ്യം തന്നെ മറന്ന് എപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ദൈവം ഒരു കുസൃതി ഒപ്പിച്ചു. എന്ത് കുസൃതി? അവളുടെ വായിൽ ഒരു നാക്ക് വെച്ചു കൊടുത്തു. അത് കൊള്ളാം. അതാവുമ്പോ ഈ സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാർ ഒരുപാട് സമയം നിൽക്കുകയല്ല. താങ്കളുടെ ഭാര്യയെക്കുറിച്ചും ഇത് തന്നെയാണോ അഭിപ്രായം? ഒരിക്കലുമല്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമവതിയായ സ്ത്രീ എൻ്റെ ഭാര്യ മാത്രമാണ്. അതെന്താ സ്വന്തം ഭാര്യയെക്കുറിച്ച് മാത്രം ഇത്രയും പുകഴ്ത്തി പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ ആയുധമെടുക്കും. ഇതുപോലെ പേനയായിരിക്കില്ല, പേന കത്തിയായിരിക്കും. സാറിന്റെ ഷോയിൽ ആര് വന്നാലും സാർ അവരെ കരയിപ്പിച്ചേ വിടുള്ളൂ. അതെന്താണ്? അതെ, എക്സാക്ട്ലി. ഇനി അഥവാ ആരെങ്കിലും കരയാതിരുന്നാലോ? അതിനല്ലേ ഈ ആയുധം. ഇതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. കരഞ്ഞില്ലെങ്കിൽ കണ്ണിൽ കുത്തി കരയിപ്പിക്കാം. കരഞ്ഞു കഴിഞ്ഞാൽ ഈ പേന കൊണ്ട് കണ്ണീർ തുടച്ചു കളയാം. അത് നല്ല ബുദ്ധിയാ. ഇടയ്ക്ക് എപ്പോഴോ താങ്കൾ കൈരളി വിട്ടിട്ട് ഏഷ്യാനെറ്റിലേക്ക് പോയില്ലേ? പോയിരുന്നു. അതെന്തിനാ പോയത്?
ഏഷ്യാനെറ്റിനെ ഒന്ന് പച്ചപിടിപ്പിക്കാൻ പോയതാ. എന്നിട്ട് പിന്നെന്താ അവിടുന്ന് പെട്ടെന്ന് തിരിച്ചിങ്ങി പോകുന്നത്? അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെ നിന്നാൽ ഞാൻ പച്ചപിടിക്കില്ലെന്ന്. എനിക്ക് ചുവപ്പേ പറ്റൂ. പച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, താങ്കൾ നായകനായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചില്ലേ? എന്തായിരുന്നു അതിന്റെ പേര്? പച്ച വെളിച്ചോ നീല വെളിച്ചോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. താങ്കൾക്ക് തെറ്റി. വെള്ളി വെളിച്ചത്തിൽ, അതാണ് ആ പടത്തിന്റെ പേര്. അതെ അതെ അതെ, വെള്ളി വെളിച്ചത്തിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമ? വണ്ടർഫുൾ, ഫണ്ടാസ്റ്റിക്, മാർവലസ്. ഓഹോ, അത്രയ്ക്ക് നല്ല പടമായിരുന്നല്ലേ? എന്നിട്ട് എത്ര ആഴ്ച സിനിമ ഓടി? ഒരാഴ്ച. റിലീസ് ചെയ്ത വെള്ളിയാഴ്ച മാത്രം. പിന്നെ ആ സിനിമ വെളിച്ചം കണ്ടിട്ടില്ല. അപ്പൊ ആ സിനിമയ്ക്ക് വെള്ളി വെളിച്ചത്തിൽ നല്ല ഇടേണ്ടത് വെള്ളിയാഴ്ച വെളിച്ചത്തിൽ ഇന്നിടണമായിരുന്നു. മിസ്റ്റർ നസീർ, താങ്കൾ ആ സിനിമ കണ്ടിരുന്നോ? ഇല്ല. പോയില്ലേ? പോയിരുന്നു, പക്ഷെ കണ്ടില്ല. ഒന്നുകിൽ തിരക്ക് കാരണം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടിക്കാണില്ല. അതല്ലേ സംഭവിച്ചത്? അതൊന്നുമല്ല. എനിക്ക് ഈ സിനിമാ തിയേറ്ററിൽ ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ ഭയങ്കര പേടിയാ. സാർ, ഞാൻ എപ്പോഴും സാറിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, താങ്കളെല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യും. ചോദ്യങ്ങളും മുഖഭാവവും ഒക്കെ സീരിയസ് ആണ്. ഈ തമാശ ഒന്നും പറയാറില്ലേ? ആര് പറഞ്ഞു തമാശ പറയില്ലെന്ന്? ഞാൻ നന്നായിട്ട് തമാശ പറയും, അതുപോലെ തന്നെ ആസ്വദിക്കുകയും ചെയ്യും. എങ്കിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തമാശ എന്ന് പറയാം. പറയാം. ഒരിക്കൽ ദൈവം ഒരു പുരുഷന്റെ മെമ്മറി മൊത്തം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്കിപ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്. അയാൾ ഉടൻ തന്നെ സ്വന്തം ഭാര്യയുടെ പേര് പറഞ്ഞു. അപ്പോൾ ദൈവം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റം മൊത്തം പോയിട്ടും വൈറസ് അവിടെ തനിയുണ്ടല്ലേ എന്ന്. അത് കൊള്ളാം, ഉഗ്ര തമാശ. ഞാൻ വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. താങ്കളൊരു ചെറിയ കാര്യം പോലും വളച്ച് നീട്ടി ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത വാക്കുകൾ എടുത്തിട്ടാണ് പ്രയോഗിക്കാറുള്ളത്. എന്താണ് അങ്ങനെ? അതെൻ്റെ ഒരു ശൈലിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വാക്ക് പറയാം. ആ വാക്കൊന്ന് വിപുലീകരിച്ച് പറയാമോ? തീർച്ചയായും. എന്നാ പിടിച്ചോ, കട്ടൻ ചായ. ഒന്ന് വിപുലീകരിച്ച് പറയാം. എല്ലാം നഷ്ടപ്പെട്ട് വെറും ചണ്ടിയായി വലിച്ചെറിയപ്പെടുമെന്നറിഞ്ഞിട്ടും തിളക്കുന്ന വെള്ളത്തിലേക്ക് ചാടിയ ചായപ്പൊടിയുടെ ത്യാഗത്തിൻ്റെയും, ചാടിയാൽ താൻ അലിഞ്ഞില്ലാതാകുമെന്നറിഞ്ഞുകൊണ്ട് അതിലലിയാൻ പഞ്ചസാര കാണിച്ച സഹനത്തിൻ്റെയും ഫലമാണ് കട്ടൻ ചായ. ഓ, ഗുഡ്, എക്സലന്റ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. ഇത്രയും അറിവുള്ള താങ്കളോട് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും പുരോഗതിയിലേക്ക് വരാത്തത്? നല്ല ചോദ്യം. താങ്കളിൽ നിന്നും ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. വിശദീകരിക്കാം. ഭാരതത്തിൽ ആകെ ജനസംഖ്യ 100 കോടിയിലധികം. അതിൽ 11 കോടി ജനങ്ങൾ പെൻഷനായിരിക്കുന്നു. വേറെ 11 കോടി ജനങ്ങൾ കേന്ദ്ര സർവീസിലുമാണ്. ഈ 2 വിഭാഗത്തെക്കൊണ്ടും രാഷ്ട്രത്തിന് വലിയ ഗുണമൊന്നുമില്ല. 1 കോടി IT പ്രൊഫഷണലുകളാണ് നമ്മുടെ നാട്ടിൽ. അവരെക്കൊണ്ടും വലിയ ഗുണമൊന്നുമില്ല. 25 കോടി കുട്ടികൾ അവർ സ്കൂളുകളിൽ പഠിക്കുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 1 കോടി. 17 കോടി തൊഴിൽ രഹിതരുണ്ട് നമ്മുടെ ഭാരതത്തിൽ. 12 കോടി ആളുകൾ എപ്പോഴും ആശുപത്രിയിൽ തന്നെ. ഇനി ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി പറയാം. 6,99,99,998 ആളുകൾ ഇപ്പോഴും ജയിലുകളിൽ തന്നെയുണ്ട്. ഇനി ആകെ ബാക്കിയുള്ളത് 2 പേർ. അത് ഞാനും താങ്കളുമാണ്. താങ്കളാണെങ്കിലോ ഈ പ്രോഗ്രാമും കോമഡിയുമായി തിരക്കോട് തിരക്ക്. ബാക്കിയുള്ളത് ഈ ഞാൻ മാത്രം. ഞാൻ ഒറ്റയ്ക്കൊരാൾ വിചാരിച്ചാൽ ഈ ഇന്ത്യ നന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ. പ്ലീസ് പ്ലീസ് എനിക്ക് സപ്പോർട്ട് തരൂ. പ്ലീസ് 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 സപ്പോർട്ട് തരും. ഒന്ന് അവസാനിപ്പിക്കൂ. വേറൊന്നും കൊണ്ടല്ല, ഈ ഫേസ് ടു ഫേസ് ഇവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ്. എന്തായാലും ഇന്നിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. നമസ്കാരം. അങ്ങനെയാണെങ്കിൽ അർജപൂങ്കാവനത്തിന്റെ അങ്കണത്തിൽ അമൃതവർഷത്തിന്റെ ഒറ്റച്ചിലമ്പടിഞ്ഞ് കാമക്രോധ മോഹങ്ങളുടെ മോഹപുരി അഗ്നിനാമ്പുകൾക്ക് വിട്ടുകൊടുത്ത ലോകത്തിലെ ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളുടെ പുണ്യഭൂമിയായ കേരളം ഇമെയിലും ഇന്റർനെറ്റുമെല്ലാം അടക്കി വാഴും. വിപണന തന്ത്രം കൊണ്ട് വലിഞ്ഞു പൂർക്കപ്പെട്ട വർത്തമാന കാലഘട്ടം. ആധുനികതയുടെ ഊഷരമായ കാലഘട്ടത്തിൽ എല്ലാ സംസ്കാര സമ്പന്നരായ പ്രേക്ഷകർക്കും എൻ്റെ ശുഭരാത്രി, സുഖനിദ്ര. ഇനി പറഞ്ഞു. ഇന്നത്തെ ഫേസ് ടു ഫേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക്
അതായത് നമ്മുടെ പുതിയ കലാകാരനെ ക്ഷണിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. രാജേഷ് അടിമാലി. രാജേഷ് ഒരു ഗായകനാണ്, പലരുടെയും കൂടെ അല്ലേ, എൻ്റെ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജേഷിൻ്റെ കഴിവ് പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. എനിക്കില്ലാതെ പോയ ഒരു കഴിവ് അതാണ്, പാടാനുള്ള കഴിവ്. അല്ലെങ്കിൽ ഞാൻ ഒരു പിടിയും കൂടെ പിടിച്ചേനെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. ആരുടെയാണ് ആദ്യമായിട്ട്? മധു ബാലകൃഷ്ണനും ആശാ ഭോസ്ലെയും മേഡം ഒരുമിച്ച് പാടിയൊരു ഗാനം. ഏത് ഗാനമാണ്? ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ കൊഞ്ചം നേരം എന്ന് പറഞ്ഞ കേൾക്കാം. രണ്ടുപേരുടെ ശബ്ദത്തിൽ നമുക്കത് ആസ്വദിക്കാം. கொஞ்ச நேரம் என்ன நீளக்கூடாதா, இந்த நேரம் இன்னும் கொஞ்ச மேலாதா. கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா, அந்த நேரம் இன்னும் கொஞ்ச மேலாதா. വളരെ ഗംഭീരമായി. രണ്ട് ശബ്ദങ്ങളും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. വളരെ നന്നായിരുന്നു. അടുത്താരാണ്? അദ്നാൻ സ്വാമി സാറിന്റെ ശബ്ദം. അദ്നാൻ സ്വാമി സാർ ശബ്ദം. എന്തൊരു ടെൻഷൻ പോലെ ഇരിക്കുന്നത്? കൂളാവൂ. ഇത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഷോ അല്ലേ? ഓക്കെ, അദ്നാൻ സ്വാമിയുടെ ശബ്ദത്തിൽ കേൾക്കാം. രണ്ടും ഒന്നിനൊന്നിന് മെച്ചം. ഏതാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്തത് ഇതിനേക്കാൾ മെച്ചമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ശബ്ദം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കലാകാരൻ വന്ന് വിനീതിന്റെ ഒരു പാട്ട് പാടി. നോക്കട്ടെ ഇതിൽ രണ്ടിൽ ഏതാണ് നല്ലത്. ഇത് അറബിക്കഥ എന്ന ചിത്രത്തിലെ ഗാനം. ഏതാണ്? അറബിക്കഥ എന്ന ചിത്രത്തിലെ താരകമലരുകൾ വിടരുന്ന കേൾക്കാം. താരകമലരുകൾ വിരയും പാടം ദൂരെ അങ്ങു ദൂരെ, വാടാമലരുകൾ വിരയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ, കതിരുകൾ കൊയ്യാൻ പോകാം ഞാനൊരു കൂട്ടായി കൂടാം, ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടേ, തരിവളകൾ മിന്നും കയ്യിൽ പൊന്നരിവാളുണ്ടേ, താരകമലരുകൾ വിരയും പാടം ദൂരെ അങ്ങു ദൂരെ, വാടാമലരുകൾ വിരയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. അടുത്തായിട്ട് നമ്മുടെ പുതിയ സിനിമയിലെ നമ്മുടെ പ്രേമം എന്ന സിനിമയിൽ ശബരീഷ് വർമ്മയും രാജേഷ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പാടിയുണ്ട്. പതിവായി പിള്ളേരെല്ലാം പാടിക്കൊണ്ട ഒരു ഗാനമാണ് പതിവായി ഞാൻ അവളെ കാണാൻ. കേൾക്കാം. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവൊട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ, പല നാളായുള്ളിൽ ദുഃഖിയ നോവാണെന്നേ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നേ. അത് വളരെ ഗംഭീരമായി. സിക്കിംഗ് 25 കോട്ടൺ നസീർ പവേഡ് ബൈ കൗലയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇതാ ഇന്നു മുതൽ ഇവിടെ തുടങ്ങുന്നു. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒന്നില്ലേ പറയടാ, അല്ലെങ്കിൽ പറയാതിരിക്കുക. കണ്ടാൽ ഞങ്ങൾ കാതികത, ഇത് ന്യൂ ജനറേഷൻ കാതികത, അത് കേരളമാകെ വാർത്തയും ഇത് കളിയുടെ ചിരിയുടെ പൂരമാ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം,
കോട്ടയം നസീർ. വെൽക്കം ബാക്ക് ടു ചിക്കിംഗ് 25 കോട്ടൺ നസീർ പവർഡ് ബൈ കൗല. അടുത്താരാണ്? അടുത്ത് വിധു പ്രതാപ്. വിധു പ്രതാപ്. വിധു പ്രതാപിന്റെ ശബ്ദത്തിൽ അങ്ങനെ അധികം ആരും പാടി ഞാൻ കേട്ടിട്ടില്ല. പ്രേക്ഷകരും കേൾക്കാൻ വഴിയില്ല. ഞാൻ ആദ്യം പാടിയ ശബ്ദം വിധു പ്രതാപിന്റെ, ആദ്യം പാടി പഠിച്ച ശബ്ദം വിധു അപ്പൊ പ്രതാപ്. നമുക്ക് കേൾക്കാം. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ കാണിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ കാണിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാഴിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാ. കഴിഞ്ഞോ കഴിഞ്ഞോ ഏ? കഴിഞ്ഞോ ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. നമുക്ക് തൊഴുതുള്ളൂ. ഏ? തൊഴു തൊഴാനോ? മൈക്കം പിടിച്ചോണ്ടിരിക്കണം. തൊഴുതുള്ളൂ. ആരെ തൊഴാൻ? തൊഴുതേ ഇവിടെ. അല്ല, ഞങ്ങളെന്തിനാ അദ്ദേഹത്തെ തൊഴുന്നത്? അറിയില്ലേ? ഇല്ല, അറിയില്ല. അറിയില്ല? അറിയില്ലേ? എനിക്കറിയാം. ഏ? നിങ്ങൾക്കറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇത്ര അടുത്ത് നിന്നിട്ടും കണ്ടിട്ടില്ലേ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ആ, നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഷഡ്കാല ഗോവിന്ദമാരാണെന്ന് കേട്ടിട്ടുണ്ടോ? ഷഡ്കാല ഗോവിന്ദമാരാർന്ന് ആരാ കേൾക്കാത്തത്? അദ്ദേഹം എത്രയും വലിയ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ആരുമല്ല, ആ. ഇദ്ദേഹമാണ് ഇടക്കാല ഗോവിന്ദമാരൻ. ഇടക്കാല ഗോവിന്ദമാരാർന്ന് പറഞ്ഞാൽ ഇടക്കാല ഗോവിന്ദമാരെന്ന് പറഞ്ഞാൽ ഇടക്കാലം കൊണ്ട് സംഗീതത്തിലേക്ക് വന്ന ഒരാളാണ്. ഓഹോ, അത് നമ്മളെ മനസ്സിലായില്ല. ഏ? മനസ്സിലായില്ല. ഞാൻ തത്കാല ഗോവിന്ദമാരാണ്. ഓഹോ, അദ്ദേഹത്തിന് തൽക്കാലം നടക്കുന്നത്. തൽക്കാലമായിട്ട്. അല്ല, ഇദ്ദേഹം ഒന്നും മിണ്ടില്ലേ? മിണ്ടാണ്ടിരിക്കുകയായിരുന്നു നല്ലത്. അല്ല, ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായില്ല. അയ്യടാ, ഇത് മാറിക്കാം. മലയാള ഗാനങ്ങൾ പല ആളുകളുടെ സൗണ്ടിൽ പാടുന്ന ഒരു കേമൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഓഹോ, ആ, അതെ, അത് ഇദ്ദേഹമാണ്. രാജേഷ് എന്ന് പറയും. ഇദ്ദേഹമാണോ ആ കേമൻ? ഇദ്ദേഹമായിട്ടൊന്ന് മുട്ടി നോക്കിയാലോ? അത് വേണോ? അത് വേണം. അല്ല, ഇദ്ദേഹം പലരുടെ ശബ്ദത്തിൽ പാടി ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമായിട്ട് മുട്ടിയെ ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റുന്ന വരില്ല. സംഗീതത്തിനെ കുറിച്ച് അറിയാണ്ടാണ് കേട്ടോ. ഇദ്ദേഹം ഏതാ ലെവലെന്ന് അറിയോ? ലോ ലെവലാണോ? അതല്ല, പിന്നെ ഹൈ ലെവലാ. ഓ, പറയാ. ഹൈ, ഹൈ. ഈ ശുദ്ധ സംഗീതം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ, ഇതാണോ ശുദ്ധ സംഗീതം? ഇത് ശുദ്ധ സംഗീതമല്ലേ? അല്ല, ഒരിക്കലുമല്ല. ഇതൊക്കെ ഒരു സിനിമാറ്റിക് സ്റ്റൈലല്ലേ. ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ ഇതല്ല, അതൊക്കെ മറ്റേതാ. മറ്റേതോ? കർണാട്ടിക്. താങ്കൾ അതിന്റെ ആളായിരിക്കും. അതെ, ഞാൻ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അതിന്റെയൊക്കെ ആൾക്കാരാണ്. പിന്നെ പൊതുവെ മലയാള ഗാനങ്ങളോട് എനിക്ക് പുച്ഛമാണ്. അതെന്താണ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുണ്ടോ മലയാള ഗാനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ? സംഗീതജ്ഞന്മാർക്ക് വിദ്യാഭ്യാസമുണ്ടോ? സംഗീതജ്ഞന്മാർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് 1 മുതൽ 10 വരെയല്ലോ അവിടെ പഠിച്ചിട്ടുള്ളൂ. എന്താ ഈ പറയണേ? അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. പല സംഗീതജ്ഞരും. പറഞ്ഞു കൊടുക്ക. മലയാള സിനിമയിലെ ഗാനങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. 1 തുടങ്ങി 10 വരെയുള്ള ഗാനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. സംശയമുണ്ടെങ്കിൽ 1 തുടങ്ങി 10 വരെ നിങ്ങൾ എണ്ണു, ഞാൻ അത് തെളിയിച്ചു തരാം. അല്ല, 1 വരെ 10 വരെ എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ 100 വരെ ഉണ്ട് നാളാ. അല്ല, ഞാൻ പാട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ, ശരി. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. 1. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. അങ്ങനെയാണെങ്കിൽ 2 പൂവിതൾ ചുണ്ടിൽ വിരിഞ്ഞു, 2 പൂവിതൾ ചുണ്ടിൽ വിരിഞ്ഞു. 3. മൂവന്തി താഴ്വരയിൽ പെന്തുരുകും വെൺസൂര്യൻ മുന്നാഴി തേൻ കനവായി നിന്നുലയിൽ വീഴുമ്പോ. അങ്ങനെയാണെങ്കിൽ 4. 4 മണിപ്പൂവേ, 4 മണിപ്പൂവേ, നാടുണർന്നു മഴക്കാടുണർന്നു, 4 മണിപ്പൂവേ. 5.
അഞ്ചു സരങ്ങളും പോരാതെ മന്മദൻ നിൻചിരി ദായകമാക്കി പുഞ്ചിരി സാധകമാക്കി. അയ്യടാ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പാടാൻ പറ്റുമോ? ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൻ പുലർമങ്ക നീരാട്ടിനിറങ്ങി. അങ്ങനെയാണെങ്കിൽ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം. എന്നാൽ ഇത് എന്തായാലും പാടാൻ പറ്റുന്നില്ല. എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, തൊട്ടാവാടിക്കരളുള്ള പാവാടക്കാരി. അങ്ങനെയാണെങ്കിൽ 9. 9-ാം ഉത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു. എന്തു നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം, എന്തു നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഇപ്പൊ തെളിയിച്ചില്ലേ? മലയാള സിനിമയിൽ 1 തുടങ്ങി 10 വരെയല്ലേ പാട്ടുകളുള്ളൂ. 11-ന് പാട്ടുണ്ടോ? 12-ന് പാട്ടുണ്ടോ? 13-ന് പാട്ടുണ്ടോ? 14-ന് പാട്ടുണ്ടോ? 4 പാട്ടുണ്ട്. 14 പാട്ടുണ്ടോ? ഉണ്ട്. അതേത് പാട്ട്? ഒന്ന് പഠിക്കും. 14-ാം രാവുരിച്ചത് മാനത്തു കല്ലായി കടവത്തു. പാട്ടായില്ലേ? ഇത് ഏതോ +2-ന് പഠിച്ച ആരോട്ടോ പാടിയത്. അതൊക്കെ അറിയത്തില്ല. അപ്പൊ ഈ 17-ന്റെ ഒരു പാട്ടുണ്ടല്ലോ. 17-ന്റെ ഏത് പാട്ട്? കൊണ്ട് പാടിക്കേ. 17-ന്റെ പൂങ്കരളിൽ മാനത്ത് പൂവിട്ടതെന്താണ്? അപ്പൊ ഈ പാട്ടോ ഇതെന്താണ്? എന്താണ്? 17-ന്റെ പാട്ടാണ്. അതെ. ഇത് ഡിഗ്രി കഴിഞ്ഞിട്ട് MA ഒക്കെ പോയിട്ടുണ്ടാവും. അവര് പാടി പാട്ടായിരിക്കുള്ളൂ. അപ്പൊ 1000 വെച്ച് പാട്ടുണ്ടല്ലോ. ഏതാണ് 1000? 1000 കാതം. അതാണ് 1000 കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് എന്താ പറയുന്നത്? ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഇത് നാട്ടിൽ വേല കൂലാണ്ട് തെണ്ടി തിരിഞ്ഞിട്ട് ദുബായി പോയ ആരോ പാടിയേക്കണാണ്. അത് നമുക്കറിയില്ല. അവിടെ അവർക്കേ പാടാൻ പറ്റും. അയ്യടാ, ഈ 14-ന്റെയും 17-ന്റെയും 1000-ന്റെയും ഒരുപാട് പാട്ടുണ്ടാവും. അറിഞ്ഞു കൊടുക്കാം. പക്ഷെ ഇതൊന്നും ശുദ്ധ സംഗീതമല്ല. അങ്ങനെ നിങ്ങൾ സിനിമാ പാട്ടിൽ ശുദ്ധസംഗീതം ഇല്ല എന്ന് പറയണ്ട. ശുദ്ധസംഗീതമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ അനുകരണം ഒന്ന് കേട്ടു നോക്കുക, എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കഴിവിനെ വിലയിരുത്താൻ സാധിക്കും. ശരി. ഒറ്റ പാട്ട് കൊണ്ട് ഹിറ്റായ ഒരു മ്യൂസിക് ഡയറക്ടറും ഗായകനും, രണ്ടും അദ്ദേഹം തന്നെയാണ്. ജാസി ഗിഫ്റ്റ്. ഗ്യാസ് കുറ്റിയല്ല, ജാസി ഗിഫ്റ്റ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂവോ താമരത്താളോ തേനോ തേനിലാവോ, മാമഴമുത്ത മല്ലിക്കൊളുന്തോ മീന മാരിവില്ലോ, തൊട്ടൊരു മിരിനാട്ടെ ഒട്ടാവാടി പെൺമാനെ, ഒട്ടാവാടി പെൺമാനെ, മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള രോജാരാജറാണി. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്? പോരാ. ഇത് കൊണ്ടൊന്നും മനുഷ്യ മനസ്സിനെ ഇളക്കാൻ പറ്റത്തില്ല. അത് ഞാൻ കണ്ടായിരുന്നു, ഇളക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിൽ കൂടെ നീ എന്ത് ഇളക്കാൻ വേണ്ടിയിരിക്കുന്നു? അല്ല, ഇപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടാ പോകാം? അല്ല, ഇനിയിപ്പോ ഇതിന്റെ അപ്പുറത്തൊരു ക്ലബിലേ ഒരു മാമോ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. മാമ ക്ലബ്ബ്? അറിയില്ലേ? ഇല്ല. മമ്മൂ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ഓഹോ, അവരുടെ ക്ലബ്ബാണ്. അതെ. അവിടെ എന്താ പരിപാടി? അവിടെ ഞങ്ങളുടെ സംഗീത പരിപാടിയാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ പറയണ് നമ്മുടെ പരിപാടി കൊണ്ട് അവിടെ കഥാപ്രസംഗം ബുക്ക് ചെയ്തെന്ന്. ആണോ? അതെന്താ പറ്റി? ഞങ്ങളുടെ റേറ്റ് താങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്രയ്ക്ക് റേറ്റ് ആണോ? പിന്നെ 150 രൂപയും ചുക്ക് കാപ്പിയും വേണം. നിർബന്ധം. അപ്പൊ റേറ്റ് താങ്ങാൻ പറ്റാത്തോണ്ടായിരിക്കില്ല. നിങ്ങളുടെ പരിപാടി എവിടെയെങ്കിലും കണ്ടു കാണാം, അത് കണ്ടിട്ട് താങ്ങാൻ പറ്റാത്തോണ്ടായിരിക്കും. പോവാ, നടക്കുക വരിക. തൽക്കാലം അത് നടക്കുക. കിട്ടിയില്ലേ? വരിക. പിന്നെ പോവാ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്താരാണ് രാജേഷ്? അടുത്ത പുതിയ തലമുറയിലെ നല്ല ശബ്ദമുണ്ട്, സച്ചിൻ വാര്യർ ആളുടെ ശബ്ദം കേൾക്കാം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, മൂടൽ
വരവായി നീ ആയിഷ. ആണോ? ഏത് മമോ അസോസിയേഷൻ ആണോ? മമ്മൂക്കൊന്ന് പോയാലോ? നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പരിപാടിയില്ലേ, അപ്പൊ തീർച്ചയായിട്ടും അത് ഭയങ്കര രസമായിരിക്കും. കഥാപ്രസമാണ് കേട്ടത്. മമ്മൂക്ക അസോസിയേഷൻ കീ ലാലേട്ടൻ കീ. മമ്മൂക്ക നടിച്ചാൽ കൈയടിക്കും ബച്ചനടെ ആക്ടിംഗ് മന്നനല്ല ലാലേട്ടൻ. മമ്മൂക്ക ഡാൻസ് ഒക്കെ നല്ല പൊളപ്പനാണ് പിള്ളേരെ. ഇനിയിപ്പോൾ അതൊരു അനൗൺസ്മെന്റ് ചെയ്തേക്കാം. ആലോചിച്ചോക്ക് ആലോചിച്ചോക്ക് ആലോചിച്ചോക്ക്. എന്നാ പിന്നെ, പ്രിയമുള്ള കലാസ്നേഹികളെ, മമോ ഫാൻസ് അസോസിയേഷൻ ക്ലബിന്റെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ ഇനം കലാപരിപാടികളാണ് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇന്ന് കൃത്യം 9 മണിക്ക് കഥാപ്രസംഗ ലോകത്തെ സയാമി സിരട്ടകൾ എന്നറിയപ്പെടുന്ന കൊച്ചിൻ ബ്രദേഴ്സിന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം കൃത്യം 12 മണിക്ക് തന്നെ ഓച്ചിറ നിത്യപട്ടിണി തിയേറ്റേഴ്സിന്റെ 28ാമത് നാടകം ചതിക്കുന്ന ഘടികാരം. താനിവിടെ ചലിച്ചോണ്ടിരിക്കുന്ന, സോറി പുള്ളിക്കൊരു തെറ്റുപറ്റിപ്പോയി. ചതിക്കുന്ന ഘടികാരമല്ല, ചലിക്കുന്ന ഘടികാരം. ഇത് കടിയുടെ കായല്ല, ഘടികാരത്തിന്റെ ഘ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഇന്നൊരു സന്തോഷ വർത്തമാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണെന്നറിയാമോ? അതല്ല ഇവിടെ പറയാൻ പോണത്. നമ്മുടെ നാടകാചാര്യനും നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ടിയുമായ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ഗർവാസീസ് ആശാനാണ്. അത് ആശാൻ വരുന്നുണ്ട്. ആശാനെ നല്ലൊരു മുട്ടൻ കൈയിടി കൊടുത്ത് സ്വീകരിക്കാം. ഇവരെ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ആശാനെ നമസ്കാരം. നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും എന്റെ നമസ്കാരം. പരിപാടിയൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ടല്ലോ. ആശാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഗംഭീരമായിട്ട് നടക്കാനുണ്ട്. നടക്കട്ടെ, അനൗൺസ്മെന്റ് നടക്കട്ടെ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ക്ലബിലേക്ക് സംഭാവന തരാത്തവർ ഈ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് എന്റെ കയ്യിൽ തന്നെ സംഭാവന തരേണ്ടതാണ്. സുമേ 8:30 മണിയാവുമ്പോ ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്യും. നീ അപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. എന്താണ് ഇത്? ഭാര്യയോട് പറയാനുള്ളതൊക്കെ ഈ മൈക്കിൽ കൂടെ വിളിച്ചിട്ടാണോടാ പറയുന്നത്? അല്ലാശാനെ, ഈ ബഹളത്തിന്റെ ഇടയിൽ ഫോൺ വിളിച്ചാലേ കേക്കൂലെന്നേ. ഇതാവുമ്പോ അവള് കേക്കുകയും ചെയ്യും, ഫോണിലെ പൈസ ഇട്ട് പോകത്തൂല്ല. നല്ല ആശയം. അങ്ങനാണെങ്കിൽ എനിക്ക് ഒന്ന് അനൗൺസ് ചെയ്യണം. അയ്യോ, ആശാൻ ചെയ്തോ, ആശാൻ ചെയ്തോ. എൽദോ, എടാ എൽദോ, നീ എവിടെയാടാ? എൽദോ, എന്റെ കയ്യിലിരുന്ന പൈന്റ് തീർന്നടാ. നീ എത്രയും പെട്ടെന്ന് ഒരു ഫുള്ളും 2 സോഡയും മേടിച്ചോണ്ട് വേഗം വാ. അല്ല, ഇത് ഞാൻ പറഞ്ഞ ഡയലോഗല്ലേ? അതെ. ഒരു കാറ് കാണുന്നുണ്ടല്ലോടാ. അത് കഥാപ്രസംഗക്കാർ വന്ന കാറാണെന്ന് തോന്നണ്ടാ. എടാ തെണ്ടി, ആ കാറല്ല, ഒരു മഴക്കാറ് കാണുന്നുണ്ടെന്ന്. അയ്യോ, മഴക്കാറാ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് സുമേ ടെറസിന്റെ മുകളിൽ തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അകത്ത് എടുത്ത് ഇട്ടോട്ടോ. അയ്യോ, വേറൊരു അറിയിപ്പ് കൂടി ഉണ്ട്. സുമേ,
ഒരു ബെഡ്ഷീറ്റും കൂടി അവിടെ കിടപ്പുണ്ട്, അതും എടുത്ത് അകത്ത് ഇട്ടോട്ടോ. ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ, അണ്ടർവെയർ ഒന്നും ഇല്ലേ? അയ്യോ, ഓർമ്മിച്ചത് നന്നായി. സുമേ, ഒരു പ്രത്യേക അറിയിപ്പ് കൂടി ഉണ്ട്. എന്റെ 3 അണ്ടർവെയർ കൂടി അപ്പുറത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്, അതും കൂടി എടുത്ത് ഇട്ടോട്ടോ. ആരവളോ? അയ്യോ സുമേല്ല, അകത്തെടുത്ത് ഇട്ടോട്ടോ. നോട്ടീസ് അടിച്ചു കിട്ടി. ഒരാഴ്ച മുമ്പ് കിട്ടണ്ട നോട്ടീസ് പരിപാടിയുടെ അന്നാണോടാ കൊണ്ടുവരുന്നത്? ഇത്തിരി ലേറ്റ് ആയി പോയി. ഇതിപ്പോ കേരളത്തിലെ പാഠപുസ്തകം അച്ചടിച്ചതുപോലെയായി. പരീക്ഷ കഴിഞ്ഞപ്പോഴാ പുസ്തകം കിട്ടിയത്. ഇതും ആ പ്രസ്സിൽ തന്നെയാണോ അടിച്ചത്? അല്ല, എന്റെ അളിയന്റെ പ്രസ്സില. രണ്ടും കണക്കാ. എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? എന്ത് പറ്റിയാ? മാമ ഫാൻസ് അസോസിയേഷൻ. അയ്യോ മാമ, അയ്യോ ശരിയാണല്ല, ഒരു കുനിപ്പ് മാറിപ്പോയതാണ്. കുനിപ്പ് മാറിയപ്പോ അർത്ഥം എന്തോരം മാറിയെന്ന് അറിയാമോടാ? ആശാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാ മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ഈ ഫാൻസുകാർ അഡ്ജസ്റ്റ് ചെയ്യുവോ? ഇപ്പൊ ഞാനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? കാതികര് വന്നേ. കണ്ടാൽ ഞങ്ങൾ കാതികര, ഇത് ന്യൂ ജനറേഷൻ കാതികര. അത് കേരളമാകെ വാർത്തയും ഇത് കളിയുടെ ചിരിയുടെ പൂരമായി. പോറടി മാറ്റാൻ കോമഡി കാണാം, കോമഡി കണ്ടാൽ ട്രാജഡി മാറും. വേദികൾ തോറും കഥകൾ പറയും, കയ്യടി വാങ്ങാൻ അഭിമാനം. കൊച്ചിയിൽ നിന്നും വന്നു, കോഴിക്കോട്ടും ചെന്നു, പാലക്കാട്ടും ചെന്നു, പിന്നെ പട്ടാമ്പിയിലും ചെന്നു. ഓരോ നാടുകൾ തോറും വേദികൾ കയറി കഥ പറയും ഞങ്ങൾ. കൊച്ചിൻ രമേശ് കുമാർ, ഞാൻ കൊച്ചിൻ സതീഷ് കുമാർ, ഞാൻ കൊച്ചിൻ രമേശ് കുമാർ. ഞാനാണ് ഗർവാസി സാസ. അപ്പൊ പിന്നെ സമയം കളയണ്ട, പെട്ടെന്നാവട്ടെ, കഥ തുടങ്ങിക്കോ. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, കലാസ്നേഹികളെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, കലാസ്നേഹികളെ, പ്രിയമുള്ളവര്. എങ്കിൽ നീ പറ. എന്നാ നീ പറ. എങ്കിൽ നീ പറ. നീ പറ. പിന്നെ ഞാൻ പറയുമ്പോ നീ ഇറക്കി പറഞ്ഞാ. എന്നാ പിന്നെ നീ പറ. എടാ, നിർത്ത്. ആരെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ 4 പുളിച്ച വർത്തമാനം ഞാൻ പറയും. ഞാൻ പറഞ്ഞോളാം. ആ, സമ്പൂജ്യരായ കലാസ്നേഹികൾക്ക് രമേശ് കൊച്ചിന്റെയും സതീഷ് കൊച്ചിന്റെയും ഊഷ്മളമായ സ്വാഗതം. കവികരല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. നിർത്തടാ. എന്താ ഈ കേൾക്കുന്നത്? അപ്പൊ നിങ്ങൾ കാതികനും കലാകാരന്മാരും ഒന്നും അല്ലേ? അല്ല, ഞങ്ങള് കാതികരാണ്. പിന്നെ ഇപ്പൊ പാടിയതോ കാതികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തൻ എന്ന് പാടിയതോ? ആശാനെ, അതൊരു അലങ്കാരത്തിന് പാടിയതല്ലേ? അഹങ്കാരത്തിന് പോലും ഇങ്ങനെയൊന്നും പാടാൻ പാടില്ല, അറിയാവോ? ഇതൊരു ഞങ്ങളൊരു ആമുഖം പറഞ്ഞതാണ്. ഇൻട്രോ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കഥ നടക്കുന്നത് ഇവിടെയല്ല. പിന്നെ എവിടെയാണ്? അങ്ങ് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, എവിടാന്ന് ഉറപ്പിക്കടാ. നിനക്ക് നടുക്ക്. കൊച്ചി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. അതെ, കൊച്ചിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അതാ അങ്ങോട്ട് നോക്കൂ. അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? പിന്നെ കാണുന്നുണ്ട്. അതല്ലേ നമ്മുടെ ചാണ്ടിയുടെ കള്ള് ഷാപ്പ്. എന്റെ പൊന്നാശാന, അതല്ല, അവന്റെ വിരലിലേക്ക് നോക്ക്. ഉണ്ട്, കാണുന്നുണ്ട്. കയ്യില് കൊഴുനകം കാണുന്നുണ്ട്. ആശാനെ, അതല്ല, ഇത് സങ്കല്പമാണ്. അവിടെ ഒരു ആൽമരം, ആ ആൽമരത്തിന്റെ ചോട്ടിൽ 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ആരൊക്കെയാണോ? ഒന്ന് രമണൻ, മറ്റൊന്ന് രമണി. എനിക്കറിയില്ലേ രമണിയെ, എന്റെ സ്വന്തമാ. രാത്രിയിൽ. എന്റെ ആശാനെ, അതല്ല, ഞങ്ങളുടെ കഥയിലെ നായികയുടെ വീടാണ്. ഓ, ഞാൻ മറ്റേ രമണിയാണ്. അല്ല, നിങ്ങൾ ഏത് കഥയാ പറയാൻ പോകുന്നത്? രമണനും ചന്ദ്രികയെ. ഓ, മരണനും ചന്ദ്രികയൊന്നും വേണ്ടടാ. ഇത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനും മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന കലാപരിപാടികളല്ലേ. ഇവിടെ അവരുടെ 2 പേരുടെയും പേര് വെച്ചുള്ള കഥകൾ മതി. അല്ല ആശാനെ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഒരു കഥ പറയാം? ഇല്ലടാ, 6 മാസം മുമ്പ് നിന്റെ വീട്ടിലേക്ക് ഞാൻ കമ്പി അടിക്കാം, ഇതാണ് കഥയെന്ന് പറഞ്ഞ്. എന്നാ ഒരു കാര്യം ചെയ്താലാ, നമുക്ക് മറ്റേ കഥ പറഞ്ഞാലാ? മറ്റേ കഥയാണ് വേണ്ട.
അത് എനിക്ക് ഇഷ്ടം പോലെ വാട്സപ്പിൽ കിട്ടാറുണ്ട്. പുതിയ ക്ലിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നാൽ മതി. നമ്പർ ഞാൻ തരാം. എന്റെ ആശാന അതല്ല, ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമ പേരുകൾ മാത്രം കോർത്തിനെക്കൊണ്ട് ഒരു പുതിയ കഥ അങ്ങോട്ട് പറഞ്ഞാലോ? അത് കൊള്ളാം. അത് മതി. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇതാ ഇന്നു മുതൽ ഇവിടെ തുടങ്ങുന്നു. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഓ, ഒന്നില്ലേ പറയടാ, അല്ലെങ്കിൽ പറയാതിരിക്ക. ആശാൻ ഇത് ഞങ്ങളുടെ കഥയുടെ പേരാണിത്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. വർഷം 1921. ഇലവങ്കോട് ദേശത്തിലെ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് കുഞ്ഞനന്ദന്റെ കടയിൽ രണ്ട് അപരിചിതന്മാർ ആരോരും അറിയാതെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയെ പോലെ ഭൂതക്കണ്ണാടിയും വെച്ച് കാണാമറിയത്തിരിക്കുന്നു. ആരാണവർ? ആരാണവർ? നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരിക്കുന്നത്. ചോട്ടാ മുംബൈയിൽ നിന്നും റെഡ് വൈനും ക്രിസ്ത്യൻ പ്രദേശും സ്പിരിറ്റും കടത്തുന്ന സാഗർ ഏലിയാസ് ജാക്കിയാണോ? അല്ല, ലവ് സിംഗപ്പൂരിൽ നിന്നും വെനീസിലെ വ്യാപാരിയായി വന്ന് തസ്കര വീരനെ പോലെ രാജമാണിക്യമായി മാറി ഇന്ദ്രപ്രസ്ഥത്തിലേറിയ രാജാതി രാജയാണോ? അല്ലേ അല്ല. പിന്നെ ചൈന ടൗണിൽ നിന്ന് കാണ്ടകാർ വഴി മഹാസമുദ്രത്തിന്റെ അടിയൊഴുക്കുകൾ നീന്തിക്കിടന്ന് അറിയാത്ത വീതികളിലൂടെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെത്തി മൂന്നാം മുറയിലൂടെ നാട്ടി രാജാവായും മാടമ്പിയായുമാണ് നരസിംഹമാണോ? ഒരിക്കലുമല്ല. പിന്നെ ചട്ടമ്പി നാട്ടിൽ നിന്നും ട്രെയിൻ കയറി ആഗസ്റ്റ് 15 അങ്ങ് ദുബായിൽ പ്രജാപതിയായി മാറി ഒരു മഴയത്തും മുൻപേ രാക്ഷസ രാജാവിനെ പോലെ വന്ന അഴകിയ രാവണനായി മാറിയ പോക്കിരി രാജയാണോ? പോക്കിരി രാജയാണോ? പോക്കിരി രാജയാണോ? പോക്കിരി രാജയാണോ? അതെടാ, പോക്കിരി രാജയാ. അത് ആശാനാണ്, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ആരാടാ അത്? ഞങ്ങള് എൽദോടെ കൂട്ടുകാര്. ഓ, നിങ്ങൾ ആരാണെന്നല്ലടാ, നിങ്ങൾ ഈ പറഞ്ഞ അവന്മാരാരാണെന്ന്. അതാണ് ഞങ്ങളുടെ കഥയിലെ നായകന്മാർ. അത് മറ്റാരുമല്ല, ബാല്യകാല സഖിയായ ശ്യാമയെ ഒരു നോക്ക് കാണാൻ 3 മാസങ്ങൾക്ക് മുമ്പ് പുഴയൊഴുകും വഴി അങ്ങാടിക്കപ്പുറത്തേക്ക് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവുമായി കിന്നാരം ചൊല്ലാൻ വന്ന കുട്ടേട്ടൻ. അതാണ് ഒരാൾ. മറ്റേയാളെ കുറിച്ച് പറയുകയാണെങ്കിലോ, മാമ്പഴക്കാലത്ത് തന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് തേൻ മാവിൻ കൊമ്പത്ത് കിളിച്ചുണ്ട മാമ്പഴം കൊടുക്കുവാൻ അക്കരയിൽ നിന്ന് കിരീടവും ചെങ്കോലും വെച്ച് താഴ്വാരത്തിലൂടെ വാമനപുരം ബസ് റൂട്ട് വഴി വിയറ്റ്നാം കോളിനെത്തിയ മിസ്റ്റർ ബ്രഹ്മചാരിയും ദേവദൂതനുമായ ബാലേട്ടനാണ് മറ്റൊരാൾ. അതെ, പ്രമാണിയായ പ്രാഞ്ചിയേട്ടൻ. നാട്ടുരാജാവായ മാടമ്പിയും. അതിലൊരാൾ ഹരി. മറ്റൊരാൾ കൃഷ്ണൻ. അവരാണ് ഞങ്ങളുടെ കഥയിലെ നായകന്മാർ. ഹരി കൃഷ്ണൻ. ഹരിയുടെ ഫേസ് ടു ഫേസ് ആണെങ്കിലോ പഴശ്ശി രാജയെ പോലെ. കൃഷ്ണന്റെ മുഖം കണ്ടാലോ അഗ്നി ദേവനെ പോലെ. അത്രയ്ക്കും അഴകിയ രാവണാണ് ഹരി. അത്രയ്ക്കും അഴകിയ രാവണ പ്രഭുവാണ് കൃഷ്ണൻ. അവരാരോ കാത്തിരിക്കുകയാണ്. അവരാരെയോ കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? പാലേരി മാണിക്യത്തെയാണോ? അല്ല. ഗീതാഞ്ജലിയാണോ? അല്ല. പാവം പൂർണിമയാണോ? ഒരിക്കലുമല്ല. വസന്ത സേനയാണോ? ഒരിക്കലുമല്ല. പിന്നെ ആരെയാണ് കാത്തിരിക്കുന്നത്? പിന്നെ ആരെയാണ് കാത്തിരിക്കുന്നത്? നിന്റെയൊക്കെ കുഞ്ഞമ്മ കുറെ നേരമായി ഞാൻ കേൾക്കുന്നു. ആരെയാണെന്ന് പറയടാ. അല്ല, ഞങ്ങള് മറ്റേ എൽദോടെ കൂട്ടുകാര്. അത് മനസ്സിലായി. നീയൊക്കെ കാത്തിരിക്കുന്ന ആ പിശാചാരാണെന്ന് പറയാൻ. അത് ഞങ്ങളുടെ കഥയിലെ നായിക. അത് മറ്റാരുമല്ല, നമ്മുടെ കഥയിലെ നായിക സുന്ദരിയും സുമുഖിയുമായ മീര. ഹരികൃഷ്ണന്മാരുടെ മാത്രം മീര. അവിടെ നിനക്ക് തെറ്റി. ഹരിയുടെ മാത്രം മീര അല്ല, കൃഷ്ണന്റെ മാത്രം മീര. ഇല്ലില്ല, ഹരിയുടെ മാത്രം മീര. കൃഷ്ണന്റെ മാത്രം മീര. മീര സ്നേഹിക്കുന്ന ഹരിയെയാണ്. അല്ലല്ല, മീര സ്നേഹിക്കുന്ന കൃഷ്ണനെയാണ്. എടാ, കൃഷ്ണനെ ഒരിക്കലും മീര സ്നേഹിക്കില്ല. എന്നെ മീര സ്നേഹിക്കാൻ കാരണം പരദേശിയായി നടന്ന് സ്പിരിറ്റ് അടിച്ച് താണ്ഡവമാടി അങ്കിൾ പണ്ടും നിന്ന് പെരിച്ചാഴിയെ വേട്ടയാടാൻ നടക്കുന്ന മിസ്റ്റർ ഫ്രോഡ് ആണടാ കൃഷ്ണൻ. എടാ, ഹരിയെ കുറിച്ച് എനിക്കറിയാമോ? എന്ത് അനുഭവങ്ങൾ പാളിച്ചകളായി ജവാനോ വെള്ളിമലയടിച്ച് വാരിക്കുഴിയിൽ വീണ താപ്പാനെ പോലെ ബ്ലാക്ക് നിറമുള്ള കിങ് കോബ്രയായി മാറിയ തസ്കര വീരനെ പോലെയുള്ള പോത്തൻ വാവയായ പൊമ്പം മാടയല്ലടാ ഹരി. അല്ലടാ, നിനക്ക് തെറ്റി. ബെസ്റ്റ് ആക്ടറിലൂടെ യുഗപുരുഷനായി മാറി ഈ സാമ്രാജ്യത്തിന്റെ മുഴുവൻ വെല്ലേട്ടനും ബിഗ് ബിയും ദ ഗോഡ്മാനുമായ ദ കിങ് ആണടാ ഹരി. എന്നും എപ്പോഴും ഒന്നാമനായ ഭഗവാനായി അഗ്നിദേവനെ പോലെ നാടോടിയായും നാട്ടുരാജാവായും ജില്ലയിലെ ഉദയനായി മാറിയ ദ ഗ്രാൻഡ് മാസ്റ്ററുമായ ദ പ്രിൻസ് ആണടാ കൃഷ്ണൻ. എന്തിനോ പൂക്കുന്ന പൂക്കൾ കണ്ടു കണ്ടറിഞ്ഞു. പോടാ ഭാസ്കർ റാസ്കളെ. നീ പോടാ കൂതറേ. എടാ, ഹരി ഒരു അഭിഭാഷകന്റെ കേസ് ഡയറിയാണ്. ടി.പി. ബാലഗോപാലൻ നെമ്മയാണ്. പോടാ പിരിച്ചാഴി. പോടാ കുട്ടിസാക. പോടാ പരദേശി. എടാ പട്ടണത്തിൽ ഭൂതമേ. എടാ, ഞാനൊരു ഒറ്റ അടിക്കുറിപ്പ് വന്നാണ്ടല്ലോ. മൂന്നാമത് എടുക്കും ഞാൻ. ആ, എന്നാ പിടിച്ച നിനക്കൊരു കയ്യൊപ്പ്. കിലുക്കം കിലുകിലുക്കം. ജാഗ്രത. എന്നാ പിടിച്ച ഒരു അടിപേരുകള്. അമ്മേ, പണിച്ചിത്രത്താഴ്. ഉടയോൻ. എടാ മൃഗയാ. എടാ യോധ. ആരാണ് ഞങ്ങളുടെ ലാലേട്ടനെ തല്ലിയത്? ആരാടാ ഞങ്ങളുടെ മമ്മൂക്കനെ തല്ലിയത്? എടാ, വാടാ,
നിർത്തടാ, നിർത്ത്, നിർത്ത്, നിർത്തടാ. ഓ, എന്തിനാടാ നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കടിപിടി കൂടുന്നത്? പിന്നെ ഞങ്ങളുടെ ലാലേട്ടൻ തൊട്ട് ഞങ്ങൾ വെറുതെ വിടും ഞങ്ങളുടെ മമ്മൂക്കാരെ തൊട്ട് ഞങ്ങൾ വെറുതെ വിടും. നിർത്ത്. എടാ, ഈ രണ്ടുപേരും ആരാണെന്ന് നിനക്കറിയാവോ? മമ്മൂട്ടി മോഹൻലാലും അല്ലേ? അത്രേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്നാ കേട്ടോ, ലോക സിനിമയ്ക്ക് മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ രണ്ട് വലിയ താരങ്ങളാണ് ഇവര്. എടാ, ഈ താരങ്ങളുടെ പേരിൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങി തെരുവിൽ കിടന്ന് പട്ടികളെ പോലെ കടിപിടി കൂടുകയല്ല വേണ്ടത്. ആ അസോസിയേഷൻ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായി എന്തെങ്കിലും ചെയ്യുക. അപ്പോഴേ ആ താരങ്ങൾക്കൊരു നിലയും നിനക്കൊക്കെ ഒരു വിലയും സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാകൂ. സിക്കിംഗ് 25 കോട്ടൺ നസീർ പവേഡ് ബൈ കൗലയിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. സിക്കിംഗ് 25 കോട്ടൺ നസീർ പവേഡ് ബൈ കൗലയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. രാജേഷ്, വളരെ ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് വേദികൾ രാജേഷിനെ കാത്തിരിപ്പുണ്ട്. ഇനിയും പുതിയ ശബ്ദങ്ങളുമായിട്ട് നമുക്ക് ഈ ഷോയിലൂടെ വീണ്ടും കണ്ടുമുട്ടണം. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നല്ല പാട്ട് കേട്ട് ആ പാട്ടോട് കൂടി അവസാനിപ്പിക്കുക അല്ലേ? ഒരു പാട്ടാണോ? ഓക്കെ. മഴം പോട്ടെ മാറിക്കൊള്ളുന്നു കപത്തില മാട്ടി പൊട്ടിച്ച് പിസ്താസ് മാക്കി രസം മാറി ജമാക്കിറായ പിസ്താസ് മാക്കി രസം മാറി ജമാക്കിറായ മഴം പോട്ടെ മാറിക്കൊള്ളുന്നു കപത്തില മാട്ടി പൊട്ടിച്ച് പിസ്താസ് മാക്കി രസം മാറി ജമാക്കിറായ പിസ്താസ് മാക്കി രസം മാറി ജമാക്കിറായ ലമാലേ ലമാ താമാ താമാ താമാലേ ലമാ ദനക്കനക്കന തേം ദസ്കിനക്കന തേം അപ്പോൾ ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീം.